നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. വിശുദ്ധ റമളാനിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഭാഗമായിട്ട് തിരിച്ച് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയുന്ന, അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ അവൻ്റെ കരുണ ചൊരിയുന്ന സമയമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ 10 അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നവൻ്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്ന സമയമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. മഗ്ഫിറത്തിൻ്റെ 10. മഗ്ഫിറത്ത്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മൾ എന്താണ് പൊറുക്കൽ തേടാൻ ഇത്ര വലിയ പാപങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന്. നമ്മൾ പാപമായി കണക്കാക്കുന്നത് മദ്യപാനം, വ്യഭിചാരം, മോഷണം, അക്രമം, ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളെയാണ് നമ്മൾ പാപമായി കണക്കാക്കുന്നത്. അപ്പോൾ സ്വയം ചിന്തിക്കും മനുഷ്യൻ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചാരിയല്ല, ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല, ഞാൻ മോഷണം നടത്തിയിട്ടില്ല, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ആരുടെയും മുതൽ പിടിച്ചെടുത്തിട്ടില്ല, പിന്നെ ഞാൻ എന്ത് പാപമാ ചെയ്തത് എന്ന് മനുഷ്യൻ സ്വയം സ്വാഭാവികമായി ചിന്തിക്കുക പതിവാണ്. നമ്മളുടെയൊക്കെ ചിന്ത അങ്ങനെയാണ്. നമ്മളൊരു പാപവും ചെയ്യാത്തവരാണ്, വളരെ ശുദ്ധരാണ്, നല്ലവരാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പാപം ചെയ്തിട്ടാണ് 100-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ചിന്തയിൽ ലയിക്കുന്നതിന് ചില സന്ദർഭങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ എൻ്റെ മനസ്സിന് തടസ്സം വരുന്നു, ഞാൻ അതിനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ചിന്തയിൽ മാത്രം ലയിച്ച് ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ചിന്ത എപ്പോഴും നിലനിർത്തുന്നതിന് ചില സന്ദർഭങ്ങളിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും വിഷയങ്ങൾ തങ്ങളുടെ മുമ്പിൽ വന്നു, ആരെങ്കിലും ഏതെങ്കിലും സംഭവങ്ങൾ വിഷയങ്ങളുമായിട്ട് തങ്ങളുടെ അടുക്കൽ വന്നു, തങ്ങളോടത് അവതരിപ്പിക്കുന്നു, അപ്പോൾ അത് കേൾക്കുക, അല്ലെങ്കിൽ തങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബകാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിലേക്ക് ചിന്ത പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ചിന്തയിൽ ലയിച്ചിരിക്കേണ്ട ഹൃദയം അല്പസമയത്ത് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുന്നത്, അത് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചയായി ഞാൻ കണക്കാക്കുകയും അതിന് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ചെയ്യുന്ന പാപം എന്ന് പറയുന്നത്, തങ്ങളൊരു പാപവും ചെയ്തിട്ടല്ല, ഒരു കുറ്റവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, പക്ഷെ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനാണ് ഞാൻ പൊറുക്കൽ തേടുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ ചിന്തയിൽ കഴിഞ്ഞു കൂടേണ്ടതിന് പകരം മറ്റെന്തിലേക്കെങ്കിലും ചിന്ത പോയാൽ പോലും അത് തെറ്റാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം ചിന്തിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തതാണ് എന്ന് നബി തങ്ങൾ പറയും. അപ്പം നമ്മളൊക്കെ നമ്മളുടെ ഈ വലിയ പാപങ്ങളെക്കുറിച്ച് മാത്രം പാപമായി ചിന്തിച്ച് അതൊന്നും ചെയ്യാത്ത നമ്മൾ വലിയ വിശുദ്ധരാണ് എന്ന് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? നമ്മളുടെ മുഴുവൻ ചലനങ്ങളും, നമ്മളുടെ ഓരോരോ അവയവങ്ങളും ദിവസം 24 മണിക്കൂർ സമയവും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണോ? അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായി വിധേയമായിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതനുസരിച്ചാണോ നമ്മളുടെ അവയവങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നാം എത്ര വലിയ പാപിയാണ്, എത്ര കൂടുതൽ പാപങ്ങൾ ഓരോ നിമിഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഓരോരോ അവയവങ്ങളും കൊണ്ട്. മൊത്തത്തിലുള്ള ഒരു പാപമല്ല, നമ്മളുടെ ഓരോരോ അവയവങ്ങൾ കൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മളുടെ പാപത്തിൻ്റെ വലിപ്പവും അതിൻ്റെ ഭാരവും നമ്മളുടെ പാപത്തിൻ്റെ എണ്ണക്കൂടുതലുമെല്ലാം എത്ര കൂടുതലുണ്ട് എന്ന്, എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. വല്ലപ്പോഴുമെല്ലാം നമ്മൾ അങ്ങനെയും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിനോട് വളരെ താഴ്മയോടെ അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ നമുക്ക് സാധിക്കുക. നമ്മളുടെ മനസ്സ് അതിന് വിധേയമാവുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അധീനപ്പെട്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് വളരെ
ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളുടെ പാപങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ചുരുക്കത്തിൽ നമ്മൾ അങ്ങനെ ദിവസവും ധാരാളമായ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ നിലയിൽ വെച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് റമളാനിന്റെ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത്. ദീർഘമായ 10 ദിവസങ്ങൾ രാവും പകലും മുഴുവൻ സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ്റെ മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. വർഷം മുഴുവനും അല്ലാഹു തആല എപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്താലും മനുഷ്യന് പാപം പുറത്തു കൊടുക്കാൻ അല്ലാഹു തയ്യാറാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരാം. വർഷം മുഴുവനും അല്ലാഹു അതിന് തയ്യാറായിരിക്കുന്നു. പക്ഷേ റമളാനിന്റെ രണ്ടാമത്തെ 10 അല്ലാഹു അതിനു വേണ്ടി പ്രത്യേകം വെച്ചിരിക്കുന്ന ഒരു സമയം. ഈ സമയത്താണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ് പൊറുക്കൽ തേടി അള്ളാഹുവിനോട് പൊറുക്കൽ വാങ്ങിക്കേണ്ടത്, മഗ്ഫിറത്ത് നേടിയെടുക്കേണ്ടത്. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിന്റെ ആരംഭത്തിൽ മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ദുആ ചെയ്യുകയും തങ്ങൾ ആമീൻ പറയുകയും ചെയ്തു എന്ന് നാം കേട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മനുഷ്യന് റമളാൻ വന്നു കിട്ടുകയും അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ സാധിക്കാതെ റമളാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടാൻ സാധിക്കാത്തവനായി പോകും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകന്നു പോകുമെന്നും, അങ്ങനെ അകന്നവനാകട്ടെ, റമളാനിനെ പ്രയോജനപ്പെടുത്താത്തവൻ നഷ്ടവാളിയാകട്ടെ എന്ന് ദുആ ചെയ്യുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയും ചെയ്തുവെന്ന് നാം ധാരാളമായി റമളാനിൽ കേട്ടിട്ടുള്ളത് ഈ സന്ദർഭത്തെക്കുറിച്ചാണ്, ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനിന്റെ ഈ രണ്ടാമത്തെ 10 നമ്മൾ ധാരാളമായ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങൾ, തെറ്റുകളെ കുറിച്ച് തുറന്നു പറഞ്ഞ് തുറന്ന മനസ്സോടെ, താഴ്മയോടെ, വിനയത്തോടെ, ഭയഭക്തിയോടെ റമളാനിന്റെ ഈ ദിവസങ്ങളിലെ പകലുകളിലും രാവുകളിലും അള്ളാഹുവിനോട് പൊറുക്കൽ തേടി നമ്മൾ മഗ്ഫിറത്ത് നേടിയെടുക്കണം. അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എത്ര കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് താണ് കേണ് പറയാൻ നിൽക്കുന്നോ അതനുസരിച്ച് അള്ളാഹു നമ്മളെ അടുപ്പിക്കുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം നൽകി നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരികയും ചെയ്യും. അതിനുവേണ്ടി അള്ളാഹു തആല വച്ചിരിക്കുന്ന സമയം. അപ്പോൾ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നേടാനുള്ള പ്രധാനപ്പെട്ട സമയവുമാണിത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ കൂടുതലായി ചെയ്യുക, അള്ളാഹുവിനോട് കൂടുതൽ പൊറുക്കൽ തേടുക. അതിനുവേണ്ടി ഈ റമളാനിന്റെ രണ്ടാമത്തെ 10 നടുവിലെ 10 കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ഇത് ഒരു പ്രധാന വിഷയമാണ്. കൂട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പതിവാക്കി മാറ്റുക. ദിവസവും രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുക. ചുരുക്കത്തിൽ ഈ 3 കാര്യങ്ങൾ: ഒന്ന്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഈ തസ്ബീഹ് 100 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് കുറഞ്ഞത് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പതിവാക്കുക. സുബ്ഹി നമസ്കാരത്തിന് ശേഷം, അസർ നമസ്കാരത്തിന് ശേഷം ഒരല്പസമയവും കൂടി ചെലവാക്കിയാൽ, സുബ്ഹി നമസ്കാരത്തിന് വിശേഷം സുന്നത്തായ നമസ്കാരങ്ങളൊന്നുമില്ല. ളുഹറോ അസറോ ഒക്കെ, ളുഹറോ ഇശായോ മഗ്രിബോ ഒക്കെ നമസ്കരിക്കുമ്പോൾ ശേഷം സുന്നത്തും വിത്റും ഒക്കെ നമസ്കരിക്കാനുണ്ട്. സുബഹിക്കും അസറിനും ശേഷം ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങളില്ല, നഫ്ല് നമസ്കാരങ്ങളില്ല. അതുകൊണ്ട് ഒരു കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ചെലവാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യമായിരിക്കും ഇത്. വിശുദ്ധ റമളാനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പതിവാക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുകയും അതിനെ നമ്മൾ ചിട്ടപ്പെടുത്തി നമ്മളുടെ ജീവിതത്തിൻ്റെ പതിവാക്കി മാറ്റുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കാരണമായി ഭവിക്കും. അള്ളാഹു തആല ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ മുന്നേറാൻ നാം എല്ലാവർക്കും ഈ വിശുദ്ധ റമളാനിൽ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത് പറയാം. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കും.